ഞാൻ ആദ്യം വണ്ടി കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഈ വണ്ടി എടുത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭ്രാന്തുള്ള എനിക്ക് എന്തിനാണ് പഴയ വണ്ടി എടുക്കുന്നത്, 4 സ്റ്റോക്ക് എടുത്തൂടെ, അതാകുമ്പോൾ ഒന്നുമില്ലല്ലോ, പുതിയ എടുത്തൂടെ, ഇത്രയും വില കൊടുത്തിട്ട്. അതൊരു ക്രേസ് തന്നെയാണ്. പക്ഷെ ഒരു പ്രായം ചെന്നൊരു വയസ്സായ ഒരു കാക്കാനെടുത്ത് ഞാൻ എടുത്ത വണ്ടിയാണ്. അയാൾ ഇങ്ങനെ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ്. ഞാനിങ്ങനെ പോയിട്ട് പുഷ് ചെയ്തെടുത്തതാണ്. ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തും, അത് അവരെ വഴിക്ക്, നമ്മളെ വഴിക്ക്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന വണ്ടി. 1994 മോഡൽ യമഹ RX100 ആണിത്. യമഹ RX100ൻ്റെ ചരിത്രം പറയുമ്പോൾ ഏകദേശം 1985 കാലം ഒരുപാട് ആൾക്കാർ റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സ് ഒരുപാട് കിട്ടാനുണ്ട്. ഒറിജിനലാണ് നമുക്ക് കിട്ടാനുള്ള പ്രയാസം. ഒറിജിനലാണ് കിട്ടാനുള്ള പ്രയാസം. പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി വരുന്നുണ്ട്, പക്ക ഒറിജിനൽ വരുന്നുണ്ട്, ഫസ്റ്റ് ക്വാളിറ്റി വരുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് ക്വാളിറ്റിക്ക് പോകാതെ ഫസ്റ്റ് ക്വാളിറ്റി എടുക്കാം. അപ്പോൾ നമുക്ക് ഒറിജിനലിൻ്റെ അതേ റേറ്റ് വരുന്നുണ്ട് ഫസ്റ്റ് ക്വാളിറ്റിക്ക്. പക്ഷേ ക്വാളിറ്റിക്ക് ഭയങ്കര സെക്കൻഡ് ക്വാളിറ്റിയും ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നല്ല മാറ്റം ഉണ്ടാവും, എല്ലാം അടിക്കാൻ കഴിയുള്ളൂ. ഏകദേശം ഇപ്പോൾ എത്ര കോസ്റ്റ് ആയി പോയി പെയിൻറ്റിങ്ങിനായിട്ട് മാത്രമായിട്ട്? പെയിൻറ്റിങ് മാത്രം എനിക്ക് 8 രൂപ വന്നിട്ടുള്ളത്. 8,000 രൂപ കോസ്റ്റ് ആയിട്ടുണ്ട്. 8,000 രൂപ കോസ്റ്റ് ആണ്. ഈ ക്രിസ്റ്റൽ റെഡ് ആയതുകൊണ്ടാണോ അതോ നോർമൽ ആയതുകൊണ്ടോ? സാധാ നോർമൽ ആകുമ്പോൾ കുറച്ച് കുറയും. ക്രിസ്റ്റൽ റെഡ് ഇവിടെ ആരും ചെയ്ത് തരുന്നില്ല. അപ്പം മുപ്പര് അങ്ങനെ 8,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ചെയ്യിച്ചാൽ വണ്ടി ഫുള്ള് പീസ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ മുപ്പര് ചെയ്ത് തന്നാണ്. പിന്നെ 135ൻ്റെ സീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഷോക്ക് ഇത് ഞാൻ ചെയ്യിച്ചാണ്. ഇത് പുറത്തുനിന്ന് നമ്മൾ TVSൻ്റെ വാങ്ങിയിട്ട് ഹൈറ്റ് കുറച്ചിട്ട് ചെയ്യിച്ചാണ്. ഹൈറ്റ് കുറച്ചിട്ട് ചെയ്യിച്ചാണ്. വണ്ടീൻ്റെ അതേ കളർ തന്നെ ചോക്കപ്പിൻ്റെ റിങ്ങിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടീൻ്റെ എഞ്ചിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഏകദേശം 98 cc-യും 11 bhp ആണ് യമഹ ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ എക്സോസ്റ്റിൻ്റെ അവിടെ മെക്കാനിക് തന്നെ ചെറുതായിട്ട് തുറന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ അടിച്ച് കയറും. ഒരു ടോപ്പ് എൻഡിന് വേണ്ടി ചെയ്തതാണ്, പക്ഷെ അടിക്കും. സെമി പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പോർട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പോർട്ട് ചെയ്തിരുന്ന ഒരു വണ്ടിക്ക് അത് പവർ താങ്ങാൻ പറ്റുന്ന അപ്പുറത്തായതുകൊണ്ട് ഞാൻ സെമി പോർട്ടിക്ക് എത്തിയിട്ടില്ല. പക്ഷേ സാധനം ജസ്റ്റ് എക്സോസ്റ്റിൻ്റെ ആ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് തുറന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പവർ നല്ല മാറ്റം വരും. സാധാ സ്റ്റോക്കിനെക്കാട്ടും കൂടുതൽ പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ വണ്ടീൻ്റെ സൈഡ് കവറിനും സെയിം ക്രിസ്റ്റൽ പെയിന്റ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന വേറൊരു ഐറ്റം എക്സോസ്റ്റ് സൈലൻസർ. ഇത് സ്റ്റോക്കാണ് അതോ? സ്റ്റോക്കാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഒരു ഔട്ടിങ് ലുക്ക് കാണാൻ തന്നെ ഞാൻ ചെയ്യിച്ചാണ്. ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. സമയത്തിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ ഇതിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഏകദേശം എത്ര കോസ്റ്റ് ആയി പോയി സൈലൻസറിനായിട്ട്? സൈലൻസറിന് ഞാൻ 8 രൂപ എടുത്താണ്. 8 രൂപയ്ക്ക് സൈലൻസർ എടുത്തു. സ്റ്റോക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്താണ്. സ്റ്റോക്കിനാകുമ്പോൾ കുറച്ച് വില കൂടും. കാരണം എന്ന് വെച്ചാൽ ഓപ്പണും വില കൂടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓപ്പൺ എടുത്തു കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷൻ ആവണമെന്നില്ല. ഞാൻ തന്നെ ചെയ്യണം എന്നൊരു ക്രൈസ് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്കിൽ തന്നെ ഒരുപാട് തിരഞ്ഞിട്ട് ഞാൻ എടുത്തത്. ഗൂഡല്ലൂരിൽ നിന്നാണ് ഞാൻ എത്തിച്ചത്. ഞാൻ അവിടെ പോയിട്ട് എടുത്തതാണ്. നമ്മളെ വണ്ടിമ്മ ഉള്ളത് സ്റ്റോക്കല്ല കേട്ടോ. നമ്മൾ മൈസൂർ ഇൻബിൽഡ് ചെയ്തുള്ള സാധനമാണ് നമ്മളെ വണ്ടിക്ക് കയറ്റിയിട്ടുള്ളത്. ഏകദേശം ഒരു 6-7 ആ ഒരു റേഞ്ചിൽ എനിക്ക് ആ വണ്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ചോദിക്കാനുള്ളത്, ഈ ഒരു വണ്ടി ഇപ്പോൾ ഏകദേശം എത്ര കാലമായി ഇപ്പോൾ കയ്യിലിട്ടിട്ട്? ഈ വണ്ടി ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു 7 മാസം അങ്ങനെ ആയിട്ടുള്ളൂ. പക്ഷേ റീസ്റ്റോർ ചെയ്ത് വന്നിട്ട് 2 മാസത്തിനടുത്തായിട്ടുള്ളൂ. നിങ്ങൾ തമ്പ്ലൈനെ കണ്ട പോലുള്ള ആ ഒരു സെയിം ലുക്കുള്ള വണ്ടിയായിരുന്നു ഇത്. ഫുള്ള് ഇങ്ങനെയല്ല. ഇതിന്റെ ഫോട്ടോ ഞാൻ തരാം. നിങ്ങൾ തമ്പ്ലൈനെ കണ്ട പോലെ തന്നെ ആ ഒരു ലുക്കിലുള്ള വണ്ടിയായിരുന്നത്. ഏകദേശം 55,000 രൂപയുടെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇനി വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് പറയാനുള്ളത് വണ്ടിയുടെ ടയർ തന്നെയാണ്. ടയർ 16 ഇഞ്ച് ടയറാണ്. 16 ഇഞ്ച് മോട്ടോടി മണ്ടാപ്പിന്റെ റിമാണ്. പിന്നെ MRF മോട്ടോഡിന്റെ ടയറാണ്. SDV-ലാണ് ബാക്കിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മോട്ടോഡി ടയറും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു വിൻറ്റേജ് ലുക്കിലുള്ള പഴയ ടൈൽ ലാമ്പ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും ഷോഗോണ്ട ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ച് ചെയ്തിട്ടുള്ള നമ്പർ പ്ലേറ്റും കയറ്റിയിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ ബാർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇത് കംഫർട്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. നമ്മളെ റൈഡിങ് കംഫർട്ട് ഭയങ്കര ആയിരിക്കും. നമ്മളിപ്പോൾ 3 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു 3 ഇഞ്ച് ഹൈറ്റിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതിനു മുമ്പ് ഞാൻ സാധാ SD ബാർ ഹാൻഡിലാണ് വെച്ചിരുന്നത്. സാധനം എനിക്കൊരു ഭയങ്കര ഇതൊരു തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോർട്ട് ചെയ്തല്ല കുറച്ച് പവർ കൂട്ടിയതാണല്ലോ. അപ്പോൾ നമുക്ക് ബാർ ഹാൻഡിലിനെ കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ്. പിന്നെ ലുക്കിലും ഒരു ബാർ ഹാൻഡിൽ തന്നെ ആണല്ലോ ഒരു ഇത് കാണാനൊരു. മീറ്റർ കൺസോളിൽ പറയുകയാണെങ്കിൽ മീറ്ററൊക്കെ വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പോൾ മീറ്റർ ഇപ്പോൾ റീസ്റ്റോർ ചെയ്തതിനു ശേഷം 575 കിലോമീറ്ററാണ് ആ കൂടിയിട്ടുള്ളത്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം 575 റീസ്റ്റോർ വർക്ക് ഫുള്ള് ചെയ്തതിന് ശേഷം 575 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ സാധാരണ വണ്ടികളിൽ കാണുന്ന പോലെ തന്നെ 2 സൈഡിലായിട്ടും ഇൻഡിക്കേറ്റർ സ്വിച്ച് 2 വരുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് വരുന്നുണ്ട്.
ന്യൂട്രൽ ലൈറ്റ്, ഹൈ ബീം, കീ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ സാധാരണ നോർമൽ RX കാണിക്കുന്ന പോലെ തന്നെ ഹൈ ബീം, ലോ ബീം, ലൈറ്റിന് സ്വിച്ച് വരുന്നുണ്ട്, പാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോണ്, ചോക്ക് വരുന്നുണ്ട്. പിന്നെ 2 സൈഡിലായിട്ടും RX-Z മിററാണ് കയറ്റിയിട്ടുള്ളത്. ത്രോട്ടിൽ ഭാഗത്തേക്ക് വരുമ്പോൾ ഡൊമിനോ ത്രോട്ടിലാണ് വണ്ടിക്ക് കയറ്റിയിട്ടുള്ളത്. ഡൊമിനോ ത്രോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ? ഡൊമിനോ ത്രോട്ടിൽ പിക്കപ്പ് ഭയങ്കരമായിരിക്കും. മറ്റുള്ള ത്രോട്ടിലിനെ പോലെ ഹൈ പിക്കപ്പ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുടുങ്ങുന്നൊരു ഇത് വരുന്നുണ്ട്. ഞാൻ മുമ്പ് യൂസ് ചെയ്ത വണ്ടിക്കൊക്കെ നമ്മൾ പഴയ വേറെ ഏതേ കമ്പനീൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ത്രോട്ടിൽ കയറ്റിയപ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അത് എനിക്ക് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ അതേപോലെ കുടുങ്ങുന്ന ഭയങ്കര ടൈറ്റൊക്കെ വരുന്നുണ്ട്. ഇത് ഫുള്ള് മെറ്റലാണ് വരുന്നത്. ഇതിനകത്ത് ഉള്ളിൽ മെറ്റലാണ്, ഫൈബർ പാർട്സ് വരുന്നില്ല. അത് മുമ്പത്തെ വേറെ കമ്പനി പല ആളുകളും ഇത് യൂസ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ഒറിജിനൽ കേബിൾ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഇല്ല. ആഫ്റ്റർ മാർക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് മഴക്കാലൊക്കെ യൂസ് കഴിഞ്ഞാൽ നമ്മൾ മെറ്റൽ പാർട്സ് അല്ലാതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടൈറ്റ് വരുന്നുണ്ട്, ഇറിറ്റേഷൻ വരുന്നുണ്ട്. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഫുട്ട് റെസ്റ്റ് 5 സ്പീഡ് സെഡിൻ്റെ വെച്ചിട്ടുള്ളത്. അത് കാണാൻ ലുക്കിനും 5 സ്പീഡിൻ്റെ നല്ല ലുക്കായിരിക്കും. വണ്ടി നിർത്തിയിട്ട് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒറിജിനലിന് തന്നെ നമ്മളെ ഗിയർ ലിവർ ശരിക്ക് ഒറിജിനാലിറ്റി തന്നെ തെളിയിക്കുന്ന ആ രീതിക്കാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ക്രാഷ് ഗാർഡ് ബട്ടർഫ്ലൈ സാധാ ഷോർട്ടൊന്നും ആക്കിയിട്ടില്ല, സാധാ വെച്ചിട്ടുള്ളത്. ഇത് ഒറിജിനലിൽ വരുന്നതാണ്, 4 സ്പീഡാണ് വണ്ടി. പിന്നെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കിക്കർ 5 സ്പീഡിനാണ്. ഭയങ്കര കംഫർട്ട് ആയിരിക്കും. പിന്നെ ഉള്ളത് എഞ്ചിന് കൊടുത്തിട്ടുള്ളത് ഗ്രേ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. റെഡും ഗ്രേയും ഭയങ്കര അട്രാക്ഷൻ എന്ന രീതിക്കാണ് നമ്മൾ ഗ്രേ കൊടുത്തിട്ടുള്ളത്. ഒക്കെ പീസാക്കി അടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ക്രക്സിൻ്റെ ആണ് വരുന്നത്. നമ്മൾ ബ്രേക്ക് ലിവർ ക്രക്സിൻ്റെ ആകുമ്പോൾ ഒന്നുകൂടി നമ്മൾ ക്യാറ്റൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി കംഫർട്ട് ആയിരിക്കും. എടുത്ത് ഊരാനും മാത്രമല്ല ഭയങ്കര ബ്രേക്കിംഗ് തന്നെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ബ്രേക്ക് ലൈറ്റ് വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പോൾ വണ്ടി എങ്ങനെയാണ് ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്നത് അതുപോലെ ഉണ്ടാവും ഇപ്പോഴത്തെ വണ്ടി. എല്ലാ പാർട്സും വർക്കിംഗ് ആണ്. പിന്നെ ഫുട്ട് റെസ്റ്റ് വെച്ചിട്ടുണ്ട് 5 സ്പീഡിനാണ്. Z 5 സ്പീഡിനാണ് വെച്ചിട്ടുള്ളത്. അത് കാണാനും ലുക്കിന് ഉണ്ടാവും. കാരണം വെച്ചാൽ നമുക്ക് ഇരിക്കുന്നവർക്കും സുഖമാണ്. പിന്നെ കാണാൻ ലുക്കിനും 5 സ്പീഡ് ഉണ്ടാകുമ്പോൾ 100-നേക്കാളും കൂടുതൽ ഭംഗി ഉണ്ടാവുക 5 സ്പീഡിൻ്റെ. കാർബറേറ്ററിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒറിജിനൽ കാർബറേറ്ററാണ്, പക്ഷേ ഇന്ത്യൻ ആണ്, മിക് കാർബിന്റെ സാധനമാണ്. ഇതിന് മുമ്പ് ഇത് 94 മോഡല്. ഇത് ജപ്പാന്റെ കാർബറേറ്റർ വരുള്ളൂ, വണ്ടി ജപ്പാനാവില്ല. ജപ്പാനായിരുന്നു ഞാൻ മുമ്പ് യൂസ് ചെയ്തത്. 87 മോഡലായിരുന്നു. 89-ലെങ്ങാനോ എൻ്റെ അറിവ് പ്രകാരം 89-ലെങ്ങാനോ ജപ്പാൻ വണ്ടി നിന്നിട്ടുണ്ട്, ജപ്പാൻ ഇമ്പോർട്ട് നിന്നിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ഫുള്ള് 1985-86 കാലഘട്ടത്തിൽ ആദ്യം അവിടുന്ന് വണ്ടി ഇമ്പോർട്ട് ആയിരുന്നു. പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു. മേഡ് ഇൻ ജപ്പാൻ. നമ്മൾ എഞ്ചിൻ മെത്തൻ ഉണ്ടായിരുന്നു മേഡ് ഇൻ ജപ്പാൻ. ഇപ്പോൾ 90-ന് ശേഷം ഇപ്പോൾ 96 വരെയാണ് 100 ഇറങ്ങിയിട്ടുള്ളത്. അത് മേഡ് ഇൻ ഇന്ത്യ ആണ്, മേക്കിംഗ് ഇന്ത്യ ആണ്. ഞാൻ യൂസ് ചെയ്തിരുന്നത് ആദ്യം ജപ്പാനായിരുന്നു. 1989-ലാണ് തോന്നുന്നു, എന്റെ ഓർമ്മ വെച്ച് 1989-ലാണ് ജപ്പാൻ എന്നത്. അതിനുശേഷം പിന്നെ ഇന്ത്യയിലാക്കി 96 വരെ. പിന്നെ 100 ആയി. 96-ന് ശേഷം 100 നിന്നു. 96-ന് ശേഷം പിന്നെ RX-G ഇറങ്ങി. പിന്നെ 99-ന് ശേഷമാണ് 97, 98, 99 ടൈഗർ ഇറങ്ങി. അതിന് ശേഷമാണ് എൻ്റെ അഭിപ്രായം 2004 വരെ 5 സ്പീഡും 35 ഒറിജിനലായിട്ട് ഇറങ്ങി തുടങ്ങിയത്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാണുമ്പോൾ ഒരു കമ്പുണ്ടാവും, വണ്ടി ഓടിക്കാനും വണ്ടി എടുക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിന് മെയിൻ വരാവുന്ന കാര്യം എന്ന് വെച്ചാൽ ലീക്ക്. ഗ്യാസ്കറ്റ് ലീക്കല്ല, ഗ്യാസ്കറ്റ് ലീക്ക് ചെറിയ രൂപമുണ്ട്, നമുക്ക് തീർക്കാൻ കഴിയും. പിന്നെ വരുന്നത് എൻജിൻ്റെ ഈ ടാങ്കിൻ്റെ ഇവിടെ വരുന്ന ലീക്ക് നല്ല ശ്രദ്ധിക്കണം. ടാങ്ക് മാറാനുള്ള കാരണം തന്നെ ആ ലീക്ക് കൊണ്ടായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പിസ്റ്റൺ എത്ര സൈസ് 0.75 വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ സ്ലീവ് ഇറക്കി കഴിഞ്ഞാൽ ലൈഫ് കുറയും, പവർ കുറയും. നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു മെച്ചമായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ പിസ്റ്റൺ സൈസ് ഓവർ പിസ്റ്റൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ഇറക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടർ മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ സിലിണ്ടർ മാറ്റാൻ ആ പിസ്റ്റണിൻ്റെ സൈസ് എത്രയാണെന്ന് ചോദിച്ചറിയാം. അഴിച്ചിട്ട് ഏതായാലും നോക്കാൻ പറ്റില്ല, ചോദിച്ചിട്ടറിയാം. പിന്നെ എഞ്ചിൻ്റെ വർക്കിംഗ്, ഇപ്പോൾ ഇത് ഈ വണ്ടിൻ്റെ വർക്കിംഗ് പെർഫെക്റ്റ് ആണെന്ന് നോക്കാൻ കഴിയും. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് കഴിയും. പിന്നെ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ ആദ്യം യൂസ് ചെയ്ത ഒരാളെ കൊണ്ടുപോയി എടുക്കുക. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളിപ്പോൾ നമ്മളെ എല്ലാ ഫ്രണ്ട്സുകളുടെ അടിയിലും കാണും ഒരു 2 സ്റ്റോക്ക് ബൈക്കോ അല്ലെങ്കിൽ ബൈക്ക് ഭ്രാന്തന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ കാണും. അവരെ കൊണ്ടുപോയിട്ട് അവർക്കൊന്നും അറിയില്ലെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അതൊന്നും അറിയില്ലെങ്കിലും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക.
പിന്നെ ഇത് ഞാൻ എടുത്ത വണ്ടി എന്ന് വെച്ചാൽ ഡെഡ് കണ്ടീഷനിലൊരു വണ്ടി എടുത്തതാണ്. ഇത് അത്രയ്ക്കും മോശമായിരുന്നു. പിന്നെ ഞാൻ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. 6 മാസം മുമ്പാണ് ഞാൻ വണ്ടി എടുത്തത്. എവിടെയായിരുന്നു വണ്ടി? ട്രിവാൻഡ്രം കൊല്ലം ഒരു എന്താ പറയുക പൊന്മുടി ആ ഏരിയയിലായിരുന്നു വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്? സിംഗിൾ ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ ആണ് ഞാൻ. പക്ഷെ KL7 ആണ് അത്. അദ്ദേഹം ആദ്യം എറണാകുളം സ്വദേശിയാണ്. പക്ഷെ ഒരു പ്രായം ചെന്നൊരു വയസ്സായ ഒരു കാക്കാൻ്റെ ഞാൻ എടുത്ത വണ്ടിയാണ്. അയാള് ഇങ്ങനെ കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ്. ഞാനിങ്ങനെ പോയിട്ട് പുഷ് ചെയ്തെടുത്തതാണ്. അതെ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇപ്പോൾ 55,000 ആയില്ലേ? 55,000 ഏകദേശം തന്നെ കറക്റ്റ് ഒരു ഇതില്ല. കാരണം കൂടുതലല്ല, കുറയില്ല എന്തായാലും. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ നിങ്ങൾ കമ്പനീനെ കണ്ട പോലെ തന്നെ ആ ഒരു ഫോട്ടോയിലുള്ള വണ്ടി ഇത്രയും മോഡിഫൈ ചെയ്ത് ഇറക്കുമ്പോൾ ഈ ഒരു വണ്ടി ആദ്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വണ്ടി കൊണ്ടുവരുമ്പോൾ എന്തിനാണ് ഈ വണ്ടി എടുത്തതെന്ന് പറഞ്ഞാൽ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് വണ്ടി യൂസ് ചെയ്തതാണ്. എനിക്കെന്തൊരു വണ്ടി ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇത് എന്തിനു കൊണ്ടുവന്നതാണ്? എൻ്റെ വീട് കിടക്കുന്ന റോഡ് സൈഡിലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പള്ളിയിലോട്ടും മറ്റിടത്ത് പോകുന്നുണ്ട്. അപ്പോൾ പള്ളിയിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും എന്തിനാണ് ഈ വണ്ടി കൊണ്ടുവന്നത്. പിന്നെ ഈ വണ്ടി പിന്നെ ഒറ്റയ്ക്ക് കാണാണ്ടാവണം. ഈ വണ്ടി പിന്നെ അവിടെ ഇല്ല. ഞാൻ ആരോടും അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരു ദിവസം വണ്ടി അവിടെ കറക്റ്റ് നിർത്തിയിട്ട് അവിടെ മുറ്റത്ത് നിർത്തിയിടുമ്പോൾ എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടി ഒരുപാട് ആൾക്കാർ വന്ന് നോക്കൽ തുടങ്ങി. ചിലർക്ക് നമ്പർ ക്യാച്ച് ചെയ്തവരുണ്ട്. അപ്പോൾ അന്നത്തെ വണ്ടിൻ്റെ നമ്പർ ക്യാച്ച് ചെയ്തവരുണ്ട്. അപ്പോൾ ഈ വണ്ടിൻ്റെ നമ്പർ ക്യാച്ച് കാണുമ്പോൾ അന്നത്തെ വണ്ടിയാണോ ഇത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കവലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴും അന്നത്തെ ഒരു അഭിപ്രായം പിന്നത്തെ ഒരു അഭിപ്രായം എന്തായിരുന്നു? അതായത് മോഡിഫൈ ചെയ്യണ മുമ്പും ചെയ്യുമ്പോൾ വണ്ടി കണ്ടീഷൻ ആണ് ഇങ്ങനെയും ആവ വണ്ടി എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഡെഡ് കണ്ടീഷനിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയും ആവ വണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. കാരണം എന്ന് വെച്ചാൽ അത്രയും മോശമായിരുന്നു ഈ വണ്ടീൻ്റെ അവസ്ഥ. ഞാൻ ഏതായാലും ഫോട്ടോ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഇത് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയാന്ന് തന്നെ ഒരു ക്രൗഡിലേക്കാണ് വണ്ടി കൊണ്ടുവരുന്നത്. ആൾക്കാരൊരു ജനക്കൂട്ടത്തൊക്കെ കൊണ്ടുവരുന്നത്. അപ്പം തന്നെ എന്നോട് ചോദിച്ചു ഇത് ഇപ്പം എടുത്തിട്ട് കൊണ്ടുവരാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ഇപ്പോഴും വണ്ടി ഇറങ്ങുന്നുണ്ടോ. ഇപ്പോൾ ഒരാൾ അയാൾ പോലീസുകാരനാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇപ്പോൾ ഞാനൊരു ഭക്ഷണം കഴിക്കാൻ പോയിടത്തുനിന്ന് ഈ വണ്ടി നിരോധിച്ചല്ലേ ഇപ്പോഴും വണ്ടി ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ അവർക്ക് വരെ കൗതുകമാണ്. അവർ എന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ഇത്രയും പ്രായം കുറഞ്ഞ ഏകദേശം ഇതിൻ്റെ മൂത്തതാണ്. അപ്പോൾ ഇത്രയും പ്രായം ഉള്ള നിങ്ങൾ ഈ വണ്ടിനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ക്രൈസ് തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആ പോലീസുകാർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവരെ കോളേജ് ലൈഫിലൊക്കെ യൂസ് ചെയ്ത വണ്ടിയാണത്. അപ്പോൾ അതൊരു ക്രൈസ് തന്നെയാണ്. അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ. അത് ചോദിക്കുമ്പോൾ തന്നെ ഒരു ഇതാണല്ലോ. അതിനെല്ലാം നമ്മൾ പണിയെടുത്തത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇത്രയും ഭ്രാന്തിൽ എനിക്ക് എന്തിനാണ് പഴയ വണ്ടി എടുക്കുന്നത്? 4 സ്റ്റോക്ക് എടുത്തൂടെ? അതാകുമ്പോൾ ഒന്നുമില്ലല്ലോ, പുതിയ എടുത്തൂടെ? ഇത്രയും വില കൊടുത്തിട്ട് അതൊരു ക്രൈസ് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തും. അത് അവരെ വഴിക്ക് നമ്മളെ വഴിക്ക് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞത്. 1994 മോഡൽ ഏകദേശം 55,000 രൂപയുടെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആസിഫ് ബ്രോ ഈ ഒരു വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സഹകരിച്ച് തന്ന നമ്മൾ ആസിഫ് ബ്രോക്ക് ഒരുപാട് നന്ദി. ഇനി എന്തെങ്കിലും പറയണ്ട? നമ്മളെ ബ്രോൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒന്നും നോക്കണ്ട, ബെല്ലൈക്കൺ കൊടുത്തോ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ.